സംസ്ഥാനത്തെ മഴക്കെടുതിയിലുണ്ടാകുന്ന ഏതൊരു അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമാണ് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിക്കുന്നുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം നൽകും. വീടുകളും കൃഷിയും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സർക്കാർ മതിയായ ധനസഹായം ഉറപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്ക്. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സുനിഷ ഏലൂരാണ് നമുക്കൊപ്പം ഉള്ളത്. സുനിഷ, അപ്പോൾ ഓരോ ജില്ലകൾക്കും ഏറ്റവും കൂടുതൽ മഴക്കെടുതി രൂക്ഷമായിട്ടുള്ള ജില്ലകളെ ഓരോ മന്ത്രിമാരെ തന്നെ മേൽനോട്ടം ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ ജനപ്രതിനിധികളും MLA-മാരും രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും അതിനേക്കാൾ ഉപരി നാട്ടുകാർ ഒന്നടങ്കം രംഗത്തുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഈ ഒരു ദുരിതം നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും, നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ള ബോധ്യം, അത്തരത്തിലൊരു വിവേകം എല്ലാവരും കാണിക്കുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ. അപ്പോൾ എങ്ങനെയാണ് ഈ സർക്കാർ സംവിധാനങ്ങളുടെ ഒരു ഏകോപനം ഇന്നും വരും ദിവസങ്ങളിലുമൊക്കെ ഉദ്ദേശിക്കുന്നത് സുനിഷ? ഷിഹാസെ, നിലവിലെ അടിയന്തര സാഹചര്യത്തെ നേരിടാൻ എല്ലാ തരത്തിലും സർക്കാർ സജ്ജമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി തന്നെ ഇന്ന് അറിയിച്ചിരിക്കുന്നത്. ഈ മഴക്കെടുതി വന്നൊരു പശ്ചാത്തലത്തിൽ തന്നെ കൃത്യമായ ഒരു ഏകോപനം അത് നടന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതത് ജില്ലകളിലെ മന്ത്രിമാരോട് കൃത്യമായി അത് കോർഡിനേറ്റ് ചെയ്യാനായി അറിയിക്കുകയും അതത് മന്ത്രിമാർ നേരിട്ട് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഓരോ ജില്ലകളിലെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നിലവിലിപ്പോൾ ഈ സംസ്ഥാന സർക്കാർ പറയുകയും ചെയ്യുന്നുള്ളത്. പ്രധാനമായും ഇടുക്കി, കോട്ടയം ജില്ലകളിൽ, പത്തനംതിട്ട ജില്ലകളിലായിരുന്നു. അവിടെ കളക്ടർമാരുടെ അടക്കം യോഗം വിളിച്ചുകൊണ്ട് കൃത്യമായ ഒരു ആസൂത്രണം ഇത് നേരിടാനുള്ള രീതികൾ എന്ത് എന്നതൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലിപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1465ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 65-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം നിലവിൽ ഇന്ന് മാത്രം 6 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത് മലപ്പുറത്തും ഇടുക്കിയിലും കോട്ടയത്തുമായി 6 മരണം സ്ഥിരീകരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. 6 പേരെ കാണാതായിട്ടുണ്ട്. പലയിടങ്ങളിലും 17ഓളം വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 120-ലധികം വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ എല്ലാം ഈ ചേർത്ത് പിടിക്കേണ്ട ഒരു സാഹചര്യം കൂടി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മരണപ്പെട്ട കുടുംബത്തിന്, ഒപ്പം തന്നെ ഈ കൃഷി നഷ്ടപ്പെട്ട, ജീവനോപാധികൾ നഷ്ടപ്പെട്ട, വീട് നഷ്ടപ്പെട്ട ഓരോ കുടുംബത്തിനും കൃത്യമായി തുക, ധനസഹായം തന്നെ നൽകുമെന്നുള്ളൊരു കാര്യം കൂടി സർക്കാർ എടുത്തു പറയുന്നുണ്ട്. ഒപ്പം പരിക്കേറ്റ നിരവധി ആളുകളുണ്ട്. അവരുടെ എല്ലാം തുടർ ചികിത്സ ഉറപ്പാക്കുമെന്നത് കൂടി സർക്കാർ ഇന്ന് പറയുന്നു. ഏതായാലും നിലവിലിപ്പോൾ ഏകോപന പ്രവർത്തനങ്ങൾ അത് കൃത്യമായി തന്നെ മന്ത്രിമാരുടെയും MLA-മാരുടെയും നേതൃത്വത്തിൽ ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നടക്കുന്നുണ്ട്. അതത് ജില്ലകളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി നോക്കിക്കൊണ്ട് സർക്കാരിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. ഏതായാലും സജ്ജമായിരിക്കുന്നു സർക്കാർ എന്നുള്ളതാണ് നിലവിലെ പ്രവർത്തനങ്ങൾ. ഒപ്പം ഈ രക്ഷാപ്രവർത്തനത്തിനായി മറ്റ് ജില്ലകളിൽ നിന്നെല്ലാം വള്ളങ്ങൾ അതത് രക്ഷാപ്രവർത്തനം നടത്തുന്ന അടുത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടതുണ്ടെങ്കിൽ അതിനും സംസ്ഥാനത്ത് എല്ലാ ഇടങ്ങളും സജ്ജമാണ് എന്നതുകൂടി സംസ്ഥാന സർക്കാർ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ മന്ത്രിമാരും ഈ MLA-മാരും മറ്റ് ജനപ്രതിനിധികളും മറ്റെല്ലാ സംഘടനകളും ചേർന്ന കൃത്യമായ ഒരു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അത് സംസ്ഥാനത്ത് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ശരി സുനിഷ, അപ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങൾ കഴിവിന്റെ പരമാവധി ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ ഒരു ദുരിതത്തെ